നമ്മൾ ഇന്ത്യയിൽ നന്നായിട്ട് ബൂം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഏതറിയാം? ഗെയിമിംഗ് ഇൻഡസ്ട്രി. യെസ്, ഗെയിംസ് എല്ലാവർക്കും ഇഷ്ടമാണ്. 2023 ടോട്ടൽ ഇൻഡസ്ട്രീൻ്റെ സൈസ് എത്രയോ? 3.1 ബില്യൺ. ആൻഡ് നെക്സ്റ്റ് 2 ഇയേഴ്സിലാകുമ്പോൾ ഇത് ഗ്രോ ചെയ്യുന്ന എത്രയോ? 7 to 8 ബില്യൺ ഗ്രോത്ത് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറയും ഈ ഗ്രോത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയൊരു കാര്യമില്ല. അതെന്താ കാരണം വെച്ചാൽ ഈ ഇൻഡസ്ട്രി ഒക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന പലപ്പോഴും ഇൻ്റർനാഷണൽ കമ്പനീസാണ്. ഇന്ത്യൻ ഗെയിം ഡെവലപ്പേഴ്സ് കമ്പാരിറ്റീവ്ലി വളരെ ലെസ്സാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ മെയിനായിട്ട് കാരണം പറഞ്ഞാൽ നമുക്കൊരു 4 ആംഗിൾ വ്യൂ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയും, ഇന്ത്യയിൽ ഇപ്പം എന്തില്ല, ഒരു യൂണിഫോം റെഗുലേഷൻസ് ഇല്ല. എന്ന് വെച്ചാൽ ചില സ്റ്റേറ്റിൽ ചില ഗെയിംസ് ആക്ച്വലി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. രണ്ട് GST ആണ് പ്രശ്നം. 28%, ദാറ്റ്സ് വേ ടു ഹൈ അല്ലേ. മൂന്നാമത്തെ, റൂറൽ ഏരിയാസിൽ ഇപ്പോഴും കണക്ടിവിറ്റി കുറച്ച് മോശമാണ്. ഫോർത്ത് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കറിയാലോ ഇതിന് മെയിൻ ഒരു പ്രോബ്ലം പറഞ്ഞാൽ എഡിക്ഷൻസ്, അതൊരു ഫാക്ടറാണ്. സോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇനീഷ്യേറ്റീവ് വരുന്നുണ്ട് ഇന്ത്യൻ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട്. ഒരുപാട് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. മോർ ഓവർ 2024 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവാർഡും വരുന്നുണ്ട്. സോ ലെറ്റ്സ് സി ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇവരെല്ലാം യൂസ് ചെയ്യും. താങ്ക് യു, സ്റ്റേ ട്യൂൺ, സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.